കൂട്ടുകാരെ അങ്ങനെ ഞങ്ങളിതേ എല്ലാരും കൂടി ടൂറ് പോകാനായിട്ട് ടൂറൊന്ന് പറയാൻ പറ്റിയല്ല, ഒരു ചെറിയൊരു വൺഡേ അല്ലേ. പിന്നെ അപ്പൊ ഇനി അവിടെ നിന്ന് ചേട്ടനും കുടുംബവും കൂടി ഇടക്കുന്ന് കയറുന്നുണ്ട്. എന്നിട്ട് ഞങ്ങള് ഒന്ന് മൂന്നാറ് പിന്നെ അവിടെ നിന്ന് പളനി. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോയാലോ? പോയേക്കാം. അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ എല്ലാരും കൂടി മൂന്നാറിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി ഞങ്ങള് ഇവിടെ ഒതുക്കിയത് കാപ്പി കുടിച്ചിട്ട് വേണം. അപ്പൊ ഭക്ഷണമൊക്കെ ഞങ്ങള് വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്നതാണ്. അപ്പൊ കഴിച്ചിട്ട് വേണം ബാക്കി. ചേട്ടനും കുടുംബം എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരെയും ഞങ്ങൾ കാണിച്ചു തരാം. എല്ലാരും കൂടി കാപ്പി കുടിക്കാനായിട്ടുള്ള സെറ്റപ്പിലാണ്. നമ്മുടെ അച്ചിക്കുട്ടിയും കണ്ണനും ഒക്കെ എന്തോ പ്ലാനിങ്ങിലാണ്. ഓ ജ്യോതിയൊക്കെ കാണിച്ചില്ലെന്ന കണ്ട തണുപ്പില്ല ഇന്ന്. നമ്മള് സ്ഥിരം തന്നെ തണുപ്പില്ല ഇല്ലൊക്കെ. നമ്മുടെ അച്ചുകുട്ടിയും കണ്ണന്റെ ഒക്കെ നിർബന്ധ പ്രകാരമാണ് മൂന്നാറേക്ക് പോകുന്നത് അല്ലേ അച്ചുകുട്ടി? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അതെ നമ്മുടെ അച്ഛനൊക്കെ അതെ ഫുഡൊക്കെ റെഡിയാക്കാനുള്ള തിരക്കിലാണ്. അച്ഛനും ചേട്ടനും ഒക്കെ കൂടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാണ് കണ്ടപ്പോ ഫുഡ് എടുക്കുകയാണ്. സോറി പറഞ്ഞപ്പോ തെറ്റിപ്പോയി. പിന്നെ ശരണ്യ പ്ലേറ്റ് ഒക്കെ പിടിച്ച് നിൽക്കുക. പ്ലേറ്റ് കൊണ്ട് വീശണ തണുപ്പ് പോരാഞ്ഞിട്ടാണ്. എനിക്ക് ഒരു പ്ലേറ്റ് ഒക്കെ കിട്ടി. കണ്ണപ്പ കഴിച്ചിട്ടൊക്കെ ആകാം ബാക്കി പ്ലാൻ. ശരണ്യ അതേ കണ്ട ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിട്ട്. അപ്പൊ തണുപ്പുണ്ട് കേട്ടോ. നമ്മള് പറഞ്ഞ വെറുതെ ഇരുന്ന് നല്ല തണുപ്പുണ്ട്. അണ്ണാ സോജി അണ്ണാ എങ്ങനെയുണ്ട് ഇഡ്ഡലിയും സാമ്പാറൊക്കെ? അടിപൊളിയാ. തണുപ്പ് നമ്മൾ ആദ്യം ഇറങ്ങിയ പുറത്ത് തണുപ്പില്ലെന്ന്, പക്ഷെ തണുപ്പുണ്ട് കേട്ടാ. കണ്ണപ്പാ അടിപൊളിയല്ലേ? അപ്പം ഞാനും ഇനി കഴിക്കട്ടെ. ഞാൻ വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്ന കാരണം അച്ഛാ കഴിക്കാൻ തുടങ്ങിയില്ല. എനിക്കുള്ള സ്പെഷ്യലാണ്. എനിക്കിതേ കണ്ടതേ കടലാസി പൊതിഞ്ഞൊക്കെയാണ്. അതെന്താന്ന് നമുക്ക് തന്നെ അറിയാം. ഉപ്പ് കുറവ്. അതെ. അപ്പം അതെ ജ്യോതിയൊക്കെ കഴിക്കുന്നു. നമ്മുടെ അച്ചുകുട്ടി. ശരണ്യ ഇതെവിടെ പോവാ? അങ്ങോട്ടൊക്കെ പോകാതെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. അച്ഛാ കഴിക്കണില്ലേ? ശരി ശരി. അച്ഛനും ഒക്കെ ഇഡലി കഴിക്കാൻ തുടങ്ങി. ശരണ്യ റോട്ടിൽ ഇങ്ങോട്ട് മാറുന്നില്ലേ? ശരണ്യ തണുത്ത് വിറച്ചോണ്ടിരിക്കുകയാണ്. എന്നാ ഈ ക്യാമറ പിടിച്ചിരിക്കണം. ഞാനും വിറച്ചോണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. ഞങ്ങളെല്ലാം വണ്ടിയെ കേറിയിരുന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങും. അതെ അതെ. അപ്പൊ ചായ കുടിച്ചപ്പോ എല്ലാം നല്ല ഉഷാറായി. ഇനി അങ്ങോട്ട് യാത്ര തുടങ്ങി. അപ്പൊ ചേട്ടൻ വണ്ടി ഓടിക്കുന്ന അച്ഛനെ കാണുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ യാത്ര. കണ്ട ഞങ്ങളിരിക്കണ കണ്ട ശരണ്യാണെങ്കിൽ വെയിലും കൊണ്ടാണ്. എല്ലാരും ഓർക്കും തണുത്ത കൊണ്ടായിരിക്കും മൂടി പുതച്ചിരിക്കുന്നത്. പോയാലോ? ഓ വെയിലും കൊണ്ട് മൂന്നാറത്തെ വെയിലും കൊണ്ടാ കറുത്തു പോകുന്നൊക്കെയാണ് ശരണ്യ പറയുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ട് ഒരു അടിച്ചു പൊളി. അതെ അതെ അച്ഛനും മകനും കൂടി അങ്ങനെ ഫ്രണ്ട് ഇരുന്ന് അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണപ്പനാണെങ്കിൽ കണ്ടോ അതെ ഞങ്ങളുടെ കൂടെ പാവം കൊച്ചി ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന്. അതാണ് കണ്ണപ്പൻ ഞങ്ങളുടെ. പിന്നെ നമ്മുടെ പാവപ്പെട്ട രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഇതേ പുറകെ കൊണ്ടേ ഇരുത്തിയിരിക്കുകയാണ് മഹാപാവങ്ങള്. അച്ചുകുട്ടി അതെ അതെ അങ്ങോട്ട് നിർത്തി വെച്ചും ഫോട്ടോ എടുക്കാനായിട്ട് ഇറങ്ങി. അടിപൊളി സ്ഥലമല്ലേ നമ്മുടെ മൂന്നാറ്. കൂട്ടുകാരെ അങ്ങനെ അതെ വേറെ ഒരു സ്ഥലം വന്നപ്പോൾ അവിടെ ഇറങ്ങി വന്ന് എല്ലാവരും കൂടി അങ്ങോട്ട് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ശരണ്യ ഇറങ്ങിയില്ല വണ്ടിയെന്ന്. ശരണ്യൊക്കെ തണുപ്പായതുകൊണ്ട് ഇറങ്ങുന്നില്ല. ബാക്കി അച്ഛനാണെങ്കിലും ഒക്കെ കണ്ട ഓടി നടക്കുകയാണ്. അച്ഛനൊന്നും ഒരു കുഴപ്പമില്ല. തണുപ്പേ ബാധിക്കുകയില്ലെന്നുള്ള ആ ഒരു മൈൻഡാണ് അച്ഛൻ്റെത്. പിന്നെ അതെ
എല്ലാവരും ഫോട്ടോ എടുക്കാനായിട്ട് ഇറങ്ങി. ഞാനൊന്ന് ശരണ്യനെ വിളിച്ചു നോക്കട്ടെ ഇങ്ങോട്ട്. അച്ഛൻ ദേ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി നിൽക്കണ നിപ്പ് കണ്ട. എന്നാ ഭംഗിയാണ് ഇവിടെ അല്ലേ? സൂപ്പർ അടിപൊളി ഭംഗിയാണ് കേട്ടോ. സമ്മതിച്ചിരിക്കുക അല്ലേ? നമ്മളെപ്പോഴും വന്നതാണ്. എന്നാ നമുക്ക് അച്ഛൻ്റെ ഒരു ഫോട്ടോ എടുത്തേക്കട്ടെ. അതെ അതെ അതല്ല, മൂന്നാർ വന്നിട്ട് ചെറുപ്പക്കാരായ ഞങ്ങൾക്ക് വരെ തണുപ്പുമില്ല. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ നല്ല ആക്റ്റീവാണ്, അതിലൊക്കെ അടിപൊളിയാണ്. അതെ അതെ നല്ല ചൂടാണ്, സൂര്യൻ ഇങ്ങനെ അതെ അതെ. അപ്പൊ കണ്ട നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് കേട്ടാ. സൂപ്പർ സ്ഥലം. അപ്പൊ എന്നാ അച്ഛൻ്റെ ഒരു ഫോട്ടോ എടുത്തേക്കാം. അപ്പൊ കൂട്ടുകാരെ, ശരണ്യനെ വണ്ടിയൊന്ന് ഇറക്കി. ഇത്ര നല്ല സ്ഥലം വരുമ്പോ ശരണ്യ വണ്ടിയൊക്കെ കയറിയിരിക്കണം ശരിയല്ലല്ലോ. അപ്പൊ അത് ശരണ്യ ഇഷ്ടപ്പെട്ട? അടിപൊളിയാണ്. അങ്ങോട്ടൊക്കെ നോക്കിക്ക്, സൂപ്പർ സ്ഥലം. അപ്പൊ ഇനി നമുക്ക് തേയിലയുടെ അവിടെ നിന്നൊരു റീൽസ് നമുക്ക് ചെയ്താ കണ്ടോ? അടിപൊളി ആണ്. നമ്മളെ അച്ഛനും ഉണ്ട്. അച്ഛൻകുട്ടി ഫോട്ടോ തന്നെ അടിക്കുകയാണ്. എടുത്തു തന്നെ? അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു അങ്ങനെ അച്ഛനും അമ്മയും കൂടി കേറി വരുന്നുണ്ട്. കണ്ണപ്പൻ ഞങ്ങളെയൊക്കെ ഒന്ന് പേടിപ്പിച്ച്. എന്തോ ജീവി വന്നുണ്ട്, ഓടല്ലേ, അനങ്ങാതെ നിക്കണോന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കതച്ചു പോയി, പേടിച്ചു പോയൊക്കെ. കണ്ണപ്പൻ ഞങ്ങളൊന്ന് പേടിപ്പിച്ച്. ആണൊക്കെ ഇവൻ ഞങ്ങളെ അവിടം വരെ കൊണ്ടുപോയേക്കും പറയണേ, അനങ്ങരുത്, എന്തോ ഒരു സാധനം നിപ്പുണ്ട്, അനങ്ങരുത്. പുലി വന്നാൽ ഞങ്ങളിങ്ങനെ ഇവിടെ നിൽക്കുമെന്ന് തോന്നണുണ്ടോ? അത് കൊള്ളാം, പറ്റിച്ചേ. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ എന്താ വന്നില്ലേ ഇങ്ങോട്ട്? അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ദേ ആ ദൂരെ മാറി നിന്ന് ഞങ്ങൾ എങ്ങോട്ടൊക്കെ പോകണം എന്നൊക്കെ നോക്കി നിൽക്കുകയാണ്. ഭംഗിയുള്ള കാഴ്ചകളാണ് കൂട്ടുകാരെ. വന്ന വഴി നല്ല അടിപൊളി വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഇറങ്ങിയുള്ളൂ, വേറെ ആരും ഇറങ്ങിയിട്ടില്ല. അവരൊക്കെ വണ്ടിയെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതേ വെള്ളച്ചാട്ടമൊക്കെ കാണിച്ചു തരാം. അടിപൊളി വെള്ളച്ചാട്ടമാണ് കണ്ട, നല്ല രസമുണ്ട്. പിന്നെ അവരെ വിളിച്ചു നോക്കാൻ പറ്റില്ല, ഞാൻ ഇറങ്ങിയല്ലേ. ഇതുപോലെയുള്ള അവസരം നാളെ കിട്ടുക അല്ലേ? അതെ അതെ അതെ. അപ്പൊ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. പഴനി അടുക്കാറായി വരുന്നു. അപ്പൊ അതെ ശരണ്യൊക്കെ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. ജ്യോതിയൊക്കെ എണീറ്റൊക്കെ കുട്ടിയും കണ്ണനും എല്ലാരും ഉറക്കത്തിലാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് പഴനിമലയുടെ അടുക്കലെത്തി. ഞങ്ങൾ വന്ന് ഞങ്ങൾ സ്ഥിരം എടുക്കുന്ന റൂം തന്നെയാണ്. അപ്പോൾ റൂമൊക്കെ എടുത്ത് വന്നതിൻ്റെ അച്ചിക്കുട്ടിയും കണ്ണനും കൂടി നേരെ ഒറ്റ കിടപ്പായിരുന്നു. പിന്നെ നമ്മുടെ ശരണ്യാണെങ്കിൽ ശരണ്യ വിശന്നിരിക്കാനല്ലേ, ഇനിയാണ് ചോറ് തിന്നണ്ട. അപ്പം ചോറൊക്കെ ഞങ്ങൾ രാവിലെ തന്നെ കൊണ്ടാണ് പോകുന്നത് അല്ലേ? കണ്ട റൂമിൽ വന്നത് എല്ലാവരും കിടപ്പാൻ, വേറൊന്നുമല്ല കേട്ടാ. അമ്മ മാത്രമേ കിടന്നുറങ്ങണുള്ളൂ ക്ഷീണം കൊണ്ട്, ബാക്കി എല്ലാവരും ഫോണിലാണ്. കണ്ട ചേട്ടനും ഉറങ്ങി. ചേട്ടൻ ഡ്രൈവിംഗ് ഒക്കെ ചെയ്തതിൻ്റെ ക്ഷീണത്തിൽ ചേട്ടനും ഉറങ്ങി. അപ്പം ഇനി ഊണൊക്കെ കഴിച്ചിട്ട് വേണം പുറത്താട്ടൊക്കെ ഒന്ന് പോകാൻ. ഇപ്പം ഭയങ്കര വെയിലുമാണല്ലോ. അതെ. ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. അപ്പം നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് പഴനിയിൽ നിന്ന് പോണ വഴി കൊല്ലംകോടൊക്കെ കയറാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെ വരും. അപ്പോൾ ഞങ്ങളിനി ഊണ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് പോണതൊക്കെ തൊട്ട് നാളത്തെ വീഡിയോയിൽ അടുത്ത വീഡിയോയ്ക്ക്